സ്നേഹവും സമർപ്പണവും ചേർന്നൊരു അപൂർവ നിമിഷത്തിന് വടകര മുനിസിപ്പൽ പാർക്ക് സാക്ഷിയായി. മേപ്പയിൽ സ്വദേശി മൂരിയോടൻ കണ്ടി രമേശനാണ് ഈർക്കിളിൽ തീർത്ത വീണ മണലിൽ മോഹനന് സമർപ്പിക്കാനെത്തിയത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. 28 വർഷമായി അരക്ക് താഴെ തളർന്ന് രോഗത്തോട് മല്ലടിക്കുന്ന മേപ്പയിൽ സ്വദേശിയായ മൂരിയോടൻ കണ്ടി രമേശൻ തന്റെ കൈവൈഭവം കൊണ്ടൊരുക്കിയ അപൂർവ സൃഷ്ടിയുമായി വടകര മുനിസിപ്പൽ പാർക്കിലെത്തി. താൻ ഏറെ സ്നേഹിക്കുന്ന മണലിൽ മോഹനന് സമർപ്പിക്കാനായി 6 മാസം കൊണ്ട് നിർമ്മിച്ച ഈർക്കിൽ വീണ കയ്യിൽ പിടിച്ചെത്തിയപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഈറനായി. രമേശൻ ശില്പിയോ ചിത്രകാരനോ അല്ല, പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. എന്നാൽ സ്വർണ്ണപ്പണി ജ്വല്ലറികൾ കീഴടക്കിയതോടെ രമേശനെ പോലുള്ള പരമ്പരാഗത തൊഴിലാളികൾ പട്ടിണിയിലായി. ജീവിത പ്രതിസന്ധികൾക്കിടയിലും കലാപ്രതിഭയോടെ മുന്നേറുകയായിരുന്നു അദ്ദേഹം. കാലുകൾക്ക് വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുള്ള രമേശൻ മുച്ചക്ര വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് സാധാരണ അളവിലുള്ള വീണയുടെ അതേ ആകൃതിയിൽ 20 തെങ്ങോലയുടെ ഈർക്കിലും പശയും ഉപയോഗിച്ചാണ് ഈ വീണ നിർമ്മിച്ചത്. വ്യാളി മുഖവും വീണക്കമ്പിയും ഉൾപ്പെടെ മുഴുവൻ ഘടകങ്ങളും ഈർക്കിൽ കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. കരകൗശല നൈപുണ്യത്തിന്റെ അതുല്യ മാതൃകയായ ഈ സൃഷ്ടി കലാപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിരവധി അവാർഡുകൾ ഇതിനകം രമേശന് ലഭിച്ചിട്ടുണ്ട്. ശരിക്കും വീണുണ്ടാക്കാൻ വേണ്ടി 6 മാസത്തിന് മുകളിലെടുത്തു. ഇതിന് 20 ഓലന്റെ ഈർക്കിലെടുത്തു. അത് ഈ ഓല എടുക്കുന്നത് പച്ച ഓല എടുക്കൂല, പഴുത്ത ഓലന്റെ ഈർക്കിൽ എടുത്തതിന് ശേഷം വീണ്ടും ഉണക്കും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ വർക്ക് തുടങ്ങും. വർക്ക് അത്ര റിസ്ക്കാണ്. ഈർക്കിൽ ബെൻഡ് ചെയ്തിട്ടാണ് എല്ലാ വർക്കും ചെയ്തെടുക്കുന്നത്. ഇപ്പം 3 സംസ്ഥാന അവാർഡ് കിട്ടി. അതിൽ ഈ സംസ്ഥാന അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് സപ്പോർട്ട് ചെയ്തത് മണൽ മോഹൻ സാറാണ്. ഞാൻ ഈ വീണ ഉണ്ടാക്കിയ ശേഷം ആദ്യമായിട്ട് കാണിക്കണം എന്ന് ആഗ്രഹിച്ചത് മോഹൻ സാറാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീണയെടുത്തിപ്പം സാറിൻ്റെ അടുത്ത് എത്തിയത്. ഇപ്പോൾ മറ്റൊരു സംസ്ഥാന അവാർഡിനായി ഈർക്കിൽ വീണ തിരുവനന്തപുരത്ത് എത്തിക്കാനും ദേശീയ അവാർഡിനായി ബാംഗ്ലൂരുവിൽ അവതരിപ്പിക്കാനുമുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഈർക്കിലിൽ തീർത്ത 100 കണക്കിന് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനും സ്വന്തമായി ഒരു വീട് നിർമ്മിക്കണമെന്ന സ്വപ്നവും രമേശൻ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.